മലപ്പുറത്ത് എന്താണ് കാണാനുള്ളത് എന്ന് ചോദിക്കുന്നവർക്കായിട്ട് അടിമുടി മാറ്റങ്ങളുമായി വളരെ മനോഹരമായിട്ട് നല്ല ജംസ് മുട്ടായൊക്കെ പോലെ കളർഫുള്ളായിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഉണ്ണിയാൽ ബീച്ച്. ഭിത്തികളെല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ച് ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബീച്ചിൻ്റെ ഈ തല മുതൽ മറ്റേ തല വരെ നമുക്ക് വാഹനം ഓടിച്ച് ബീച്ചിന് അഭിമുഖമായിട്ട് തന്നെ വാഹനം ഓടിച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു ബീച്ചിന്. മുമ്പ് സന്ദർശകർ വളരെ കുറവായിരുന്നു ഈ ഉണ്ണിയാൽ ബീച്ചിൽ. ഇപ്പോൾ കഥ നേരെ മറിച്ചാണ്. ഒരുപാട് ആളുകളാണ് വൈകുന്നേരമായാൽ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതുകൂടാതെ മറ്റുള്ള വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, ബർത്ത്ഡേ പാർട്ടി, അങ്ങനെയുള്ള എല്ലാ ഫോട്ടോഷൂട്ടുകൾക്കും എല്ലാം ഈ ഒരു ബീച്ചാണ് ഇപ്പോൾ അധികം ആളുകളും സെലക്ട് ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ വളരെ തിരക്ക് കുറവാണ്. പിന്നെ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. എല്ലാറ്റിനും പറ്റിയ അടിപൊളി ഒരു ബീച്ചാണ്. എന്നാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കൂടിയാണ് ഈ ഒരു ബീച്ച്. തിരൂരിൽ നിന്ന് വെറും 6 കിലോമീറ്ററാണ് ഉണ്ണിയാൽ ബീച്ചിലേക്കുള്ള ദൂരം. ബീച്ചിൻ്റെ മറുവശം നിറയെ തെങ്ങിൻ തോട്ടങ്ങളായതുകൊണ്ട് നമുക്കൊരു ലക്ഷദ്വീപിനൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ ലക്ഷദ്വീപ് എന്നും ഈ ഒരു ബീച്ച് ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. ഇത്രയും അധികം സന്ദർശകർ ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും വലിയ കാരണം ഈയിടെ ഉണ്ണിയാൽ ബീച്ചിൽ വരുത്തിയ ഈ മാറ്റങ്ങളായിരുന്നു. നല്ല കളർഫുള്ളായിട്ടുള്ള കടൽ ഭിത്തികളും പിന്നെ ഇൻ്റർലോക്ക് വിരിച്ച വഴികളും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് നിറയെ ആളുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ സൂര്യാസ്തമയം കാണാനൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ തൊട്ടടുത്ത് തന്നെ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇതുവരെ പോകാത്തവരായിരിക്കും നമ്മളിൽ പലരും. രാത്രി ആയി കഴിഞ്ഞാലും നിറയെ കടകളും അതുപോലെ മറ്റുള്ള ലൈറ്റുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ പിന്നെയും സമയം ചിലവഴിക്കാറുണ്ട്. രാത്രിയൊക്കെ ഇവിടുത്തെ കാഴ്ച അടിപൊളിയാണ്. അപ്പോൾ അടുത്ത നിങ്ങളുടെ ഫാമിലി ട്രിപ്പ് ഉണ്ണിയാൽ ബീച്ചിലേക്ക് പോയിക്കോളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.